ഹലോ ഓൾ, വെൽക്കം ടു PK ലേണിംഗ്സ്. നമ്മുടെ PYQ സെഷൻസിൻ്റെ 9th എപ്പിസോഡാണ് നമ്മളിന്ന് നോക്കുന്നത്. എക്കണോമിക്സിൻ്റെ 9th എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിന്ന് ഓൾമോസ്റ്റ് 2020 ഏരിയാസ് ഒക്കെ കവറായി വരികയാണ്. ലാസ്റ്റത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ആൻഡ് സെൻസസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയും സ്കീംസുമായിട്ട് സെപ്പറേറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി പറയാത്തൊരു കാര്യമാണ് ഈ ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ആൻഡ് സെൻസസ് എന്ന് പറയുന്നത്. ഇതിൽ അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സ്കീമുകളിൽ ഉൾപ്പെടെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മളിതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് ചെയ്യണം, ഒരു സെഷനായിട്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ആൻഡ് സെൻസസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2011 നമ്മുടെ അവസാനമായിട്ട് നടന്നിരിക്കുന്ന സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻസസ് പ്രകാരം നമ്മുടെ ഫീമെയിൽ സെക്സ് റേഷ്യോ ഇന്ത്യയിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 940 ഉണ്ട്, 943 ഉണ്ട്, 1084 ഉണ്ട്, 1053 ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ആ സമയത്ത് 2011 എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ആയി. 2021 അടുത്ത സെൻസസ് നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ 2026 ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് സെൻസസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഈ പറയുന്ന സെൻസസ് ഡാറ്റ വളരെയധികം ലാഗിങ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു കാര്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2011 തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 2026 കഴിയുമ്പോഴേക്കും അടുത്ത സെൻസസ് ഡാറ്റ വരും. അപ്പോൾ ആസ് ഓഫ് ദെൻ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, 2011 സെൻസസ് എന്ന് പറയുന്നതിലുള്ള ഡാറ്റ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് ഫോളോ അപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ ബി ആണ്, 943 ആണ് 2011 ഇന്ത്യയിലെ സെൻസസ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സെൻസസ് പഠിക്കുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ സെൻസസും അതിന് തൊട്ട് മുന്നത്തെ കമ്പാരിസണും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആസ് പെർ ദ 2011 സെൻസസ് ഡാറ്റ, the overall female sex ratio in India was 943 females per 1000 males. This represented an improvement from the 2001 census. 2011 അതിന് മുന്നേ ഒരു സെൻസസ് നടന്നത്, അതിനേക്കാളും ഇംപ്രൂവ്മെൻ്റ് ആണ് രേഖപ്പെടുത്തിയത്. വിച്ച് റെക്കോർഡഡ് 933 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ആ സമയത്ത് 2001 സെൻസസ് പ്രകാരം 933 1000 പുരുഷന്മാർക്ക് 933 ഫീമെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 943 എന്ന ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു. The 2011 census also recorded a lower child sex ratio, that is 0 to 6, of 19 females per 1000 males. ചൈൽഡ് സെക്സ് റേഷ്യോയിലാണെങ്കിലും, അതായത് 0 മുതൽ 6 വയസ്സ് വരെ ഉള്ളവരിലാണ് നമ്മൾ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയാറ്. അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇംപ്രൂവ്മെൻറ്റ് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ദ 2011 സെൻസസ് ഓൾസോ റെക്കോർഡ് ലോവർ ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കുകയാണ്. Which of the following is not considered as a social indicator of poverty? ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു നോട്ടാണ്, അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കുക, ഇതിൽ എന്താണ് കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് പോവർട്ടി എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്, കൂടെ നോട്ടാണ് അടുത്ത കീവേഡ്. ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് നമ്പർ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഒന്നാമത്തത്. ഇല്ലിറ്ററസി അഥവാ എന്താണ്, എഡ്യൂക്കേഷൻ്റെ കുറവ്. ലാക്ക് ഓഫ് ആക്സസ് ടു ഹെൽത്ത് കെയർ, ഹെൽത്ത് ആണ് മൂന്നാമത്തത്. ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നാലാമത്തത്. ഇതിലേതാണ് ഒരു സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് പോവർട്ടിയുടെ ഭാഗമല്ലാത്തത്? പെട്ടെന്ന് ആൻസർ കിട്ടാത്തൊരവസ്ഥയുണ്ടെങ്കിൽ 4 കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏറ്റവും കുറവ് ഏത് ആവശ്യം ഏതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പോവർട്ടി ആർ മെട്രിക്സ് that go beyond the simple income levels to evaluate quality of life, social inclusion, access to essential services. അപ്പോൾ നമുക്ക് വേണ്ട സർവീസുകളും നമുക്ക് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ നീഡ്സ് ആണ്. നമ്മുടെ ബേസിക് നീഡ്സ് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, അതിനെയാണ് നമ്മൾ പോവർട്ടി ലൈൻ എന്ന് പറയാം. അപ്പോൾ ഈ പോവർട്ടി ലൈനിൽ കുറേ കണ്ടീഷൻസ് ഉണ്ടാവും, ഓരോ സ്ഥലങ്ങളിലും ഓരോ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആയിരിക്കും. എങ്കിലും നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫുഡ്, ഷെൽട്ടർ പോലത്തെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമുക്ക് എന്ത് പറ്റുക, ഈ പോവർട്ടി എന്ന് പറയാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പല വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഈ പോവർട്ടി അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബേസിക് ലെവലിൽ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് വേണം കരുതുക. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് ഉത്തരത്തിലൂടെ ഒന്ന് പരിശോധിക്കാം. ലെസ് നമ്പർ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മൾ ഓപ്ഷൻ ആദ്യം പറഞ്ഞ ലെസ് നമ്പർ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ, വൈൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് വൈറ്റൽ ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന് വളരെ വൈറ്റലാണ്. പക്ഷേ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻഡിക്കേറ്റർ റാദർ ദാൻ എ സോഷ്യൽ വൺ. നമ്മൾ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് പരിഗണിക്കുമ്പോഴും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനേക്കാളും ഇതെന്താണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന റോഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഗതാഗത സൗകര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയാണ്, നമ്മളൊരു സോഷ്യൽ ലെവലിൽ വരുന്ന ഒരു കാര്യമല്ല എന്ന് വേണം പരിഗണിക്കാൻ. A lack of transport may limit a person's income opportunities, but it is not a direct measure of person's social standing or basic human deprivation in the same way health or education are. നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും ഹെൽത്ത് കെയറും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് നീഡ്, സോഷ്യൽ ആയിട്ടുള്ള നീഡുകളാണെങ്കിൽ
ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നീഡല്ല, അല്ലെങ്കിൽ ആളുകളുടെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല. പകരം എന്താണ്, അയാളുടെ ഇൻകം ലെവലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ആണ്. ഇത് കൂടുമ്പോൾ അയാളുടെ ഇൻകം ലെവൽ വർദ്ധിക്കാം, അയാളുടെ ഒരു ബേസിക് സോഷ്യൽ നീഡല്ല എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഒരു കോമൺ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഉത്തരം തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ഹു കണ്ടക്ട്സ് എ പീരിയോഡിക് സാമ്പിൾ സർവേ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പോവർട്ടി ലൈൻ ഇന്ത്യ? ഇന്ത്യയിൽ പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ഇത് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കാനുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള 2-3 ഫാക്ട്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത്, പീരിയോഡിക് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നവരാണ്. എന്തിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്? പോവർട്ടി ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ബേസിക് നീഡ് ആയിട്ടുള്ള സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നും സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. നൺ ഓഫ് ദിസ് ഒന്നും അല്ല എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറക്റ്റ് ആയിട്ടുള്ള വേർഡിങ്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉത്തരം ശരിയായിട്ട് തോന്നാമെങ്കിലും പൂർണ്ണമായിട്ടും ഉത്തരം ശരിയാക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ബേസിക് ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് ഇവിടെ നമുക്കിവിടെ പറയാനുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ഈ പറയുന്ന സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് NSSO അഥവാ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. It is a government agency that is responsible for conducting the large-scale nationwide sample surveys periodically. Usually 5 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ സാമ്പിൾ സർവേസ് നടത്താറ്. To collect the data on household consumption and expenditure. പ്രധാനമായിട്ടും ഹൗസ് ഹോൾഡ് കൺസംഷനെ പറ്റിയിട്ടും അവരുടെ ചെലവിനെ പറ്റിയിട്ടും അവരുടെ വരവ് ചെലവ് കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സർവേ പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? NSSO ആണ്. This data is then used to estimate the poverty line and the number of people living below it in India. പ്രധാനമായിട്ടും ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യാനും പീപ്പിൾ ലിവിങ് ബിലോ ഇൻ ഇന്ത്യ, ആ ഒരു ഡാറ്റയ്ക്ക് താഴെ, പോവർട്ടി ലൈന് താഴെ എത്ര പേരുണ്ടെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേ കണ്ടക്ട് ചെയ്യണം. ഈ ഓരോ വീടുകളിലും ചെന്ന് സർവേ കണ്ടക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയുക. ഈ സാമ്പിൾ സർവേ ചെയ്യുന്നത് NSSO ആണ്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുക, ഈ സാമ്പിൾ സർവേ കളക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരുന്ന NSSOയും കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുന്ന CSOയും മെർജ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പുതിയതായിട്ട് വന്നാണ് NSO. അത് മനസ്സിലാക്കുക. ഇപ്പോൾ CSOയും NSSOയും മെർജ് ചെയ്തുകൊണ്ട് NSO ആണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം മറന്നു പോകാതെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. നിലവിൽ NSOയുടെ അടിയിലാണ് ഈ 2 കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് എന്താണ് ഡബിൾ കൗണ്ടിങ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 2 ഓർഗനൈസേഷൻസിനും കൂടെ മെർജ് ചെയ്ത് ഇപ്പോൾ ഇത് NSOയുടെ അടിയിലാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഫംഗ്ഷൻസ് ഒക്കെ സെയിം ആയിട്ട് നടക്കുന്നുണ്ട്. പേരിപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? NSO എന്ന് വേണം പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ഇൻ എവറി ഡാഷ് ഇയേഴ്സ് ഇൻ ഇന്ത്യ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. സെൻസസ് എന്ന് പറയുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് എന്ന്. നമുക്കതിൽ ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓപ്ഷൻ സി 10 വർഷം, അല്ലെങ്കിൽ ദ സെൻസസ് ഓഫ് ഇന്ത്യ ഈസ് എ ഡെസനിയൽ എക്സസൈസ്. ഓർത്തിരിക്കുക, ഡെസനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡെസനിയൽ എന്ന് പറയുക. Meaning it is conducted every 10 years. The first complete census was held in 1881. ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെൻസസ് നടന്നത്. And it has been carried out every 10 years since then to gather the comprehensive demographic, social and economic data. ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി പഠിക്കാനായിട്ട് എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഡെമോഗ്രാഫിക്, അതായത് പോപ്പുലേഷൻ വൈസ് ഉണ്ടാകുന്ന ചേഞ്ചസുകളും സോഷ്യലായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇക്കണോമിക് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നു. ചില സമയങ്ങളാണ് ഇത് എന്ത് ചെയ്യുക? പോസ് ആവുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും അവസാനമായിട്ട് COVID-19 സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇതൊന്ന് പോസ് ആയിരിക്കുന്നു. അത് വീണ്ടും ഇപ്പം എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. The ratio of infant death registered in a given year to the number of live birth per 1000 live birth is എന്താണ്? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിക്കുകയാണ് ദ റേഷ്യോ ഓഫ് ഇൻഫൻറ്റ് ഡെത്ത്. അപ്പോൾ ആദ്യം തന്നെ നോട്ട് ചെയ്യുക, ഇൻഫൻറ്റ് ഡെത്ത് രജിസ്റ്റേർഡ് ഇൻ എ ഗിവൺ ഇയർ ടു ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 ലൈവ് ബർത്ത് ഈസ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് കുറേ കീവേഡ്സ് ഉണ്ട്. ഇതെന്താണ്, എന്തിൻ്റെ ഡെഫിനിഷനിൽ പെടുന്നു എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സംശയം വരാവുന്നത് എന്താണ്? ഈ ആദ്യത്തെ 3 കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. അതായത് നമ്പർ ഓഫ് ഇൻഫൻറ്റ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫൻറ്റ് ഡെത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആദ്യം തന്നെ ഈ പറയുന്ന ലൈവ് ബർത്തും ഇൻഫൻറ്റ് ഡെത്തും ആയതുകൊണ്ട് മറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് ഒഴിവാക്കാൻ പറ്റുന്നു. സംശയം വരാൻ സാധ്യത ഇൻഫൻറ്റ് ആണോ, പെരിനേറ്റൽ ആണോ, നിയോനേറ്റൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആലോചിക്കുക, ഇൻഫൻറ്റ് ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടി, അതായത് ഒരു ഏജിൻ്റെ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓരോ കുട്ടികളും ജനിക്കുന്നതിന് മുന്നേയും അതായത് ഉദരത്തിലിരിക്കുന്ന സമയത്തും പിറന്ന് വീഴുന്നതിന് ശേഷമൊക്കെ നമുക്ക് ഓരോരോ പേരിട്ടാണ് വിളിക്കുക. കുട്ടി വലുതായതിനു ശേഷം ഇതിനൊക്കെ നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് വേണം കാണാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഇൻഫൻറ്റുകൾ, അതായത് ലൈവ് ബർത്ത് നടക്കുമ്പോൾ 1000 ലൈവ് ബർത്ത് നടക്കുമ്പോൾ അതിൽ എത്ര റേഷ്യോ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇൻഫൻറ്റ് ഡെത്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ്. ദ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ചിൽഡ്രൻ. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ അണ്ടർ 1 ഇയർ ഓഫ് ഏജ്. ഇൻഫൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അണ്ടർ 1 ഇയർ ഓഫ് ഏജ് പെർ 1000 ലൈവ് ബർത്ത് ഇൻ എ ഗിവൺ ഇയർ. ഒരു പർട്ടിക്കുലർ വർഷം എടുത്തു കഴിഞ്ഞാൽ 1000 ലൈവ് ബർത്തുകൾ സംഭവിക്കുമ്പോൾ, 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഒരു വർഷത്തിൽ താഴെയുള്ള കുട്ടികളെ പരിഗണിക്കുകയാണ്. ആ ഒരു വർഷത്തിൽ താഴെയുള്ള കുട്ടികളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു അതിന് തമ്മിൽ, അതായത് ജനനവും മരണവും തമ്മിലുള്ള റേഷ്യോ കമ്പയർ ചെയ്യുന്നു. ജനിച്ച ഉടനെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ആ 1 വയസ്സിനുള്ളിൽ ഈ കുട്ടികൾ എത്ര പേര് മരിക്കുന്നുണ്ട്, 1000 പേര് ജനിക്കുമ്പോൾ ഇതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് ദ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിനെ ഏറ്റവും പ്രധാനമായിട്ട് അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സെൻസസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഡാറ്റ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. 2020 ഡാറ്റ ആയിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്കീമുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Dash, launched in 2015, has an objective of enabling a large number of Indian youth to take up industry-relevant skill training that will help them in securing a better livelihood. പ്രധാനമായിട്ടുള്ള കീവേഡുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. 2015 ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ത്യൻ യൂത്തുകൾക്ക് വേണ്ടിയിട്ടാണുള്ളത്. അവർക്ക് എന്ത് കൊടുക്കണം? ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നോക്കേണ്ടത്. 2015 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. ഇന്ത്യൻ യൂത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽ ട്രെയിനിങ് ആണ് വേണ്ടത്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ കീവേഡുകളായിട്ട് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആണോ? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണോ? ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണോ? നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിതൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പദ്ധതികളെ പറ്റിയിട്ട് അവരുടെ വർഷം, അവരുടെ എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡാറ്റയായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ് ബി എന്ന് നമുക്ക് നോക്കാം. 2015 ലോഞ്ച് ചെയ്ത PMKVY, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, എയിംസ് ടു ഇനേബിൾ എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ യൂത്ത് ടേക്ക് അപ്പ് ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽ ട്രെയിനിങ്. ഇൻഡസ്ട്രി റെലവൻറ്റ്, അതായത് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അവരുടെ സ്കിൽ ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്? PMKVY. The objective is to help them secure a better livelihood through certification and skill development. അവർക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫൈഡ് കോഴ്സ് പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവരുടെ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ വരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നില്ല, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ടൊരു സ്കിൽ ട്രെയിനിങ് ഇല്ല. അൺസ്കിൽഡ് ലേബറാണ് ഇവർ ഭൂരിഭാഗം ചെയ്യാനായിട്ട് നോക്കുന്നത്. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഓർഗനൈസർ സെക്ടറിലേക്ക് കടക്കാനോ കൃത്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനോ സാധിക്കുന്നില്ല. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സ്കിൽ ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യുന്നു? ജോലി കൊടുക്കാനായിട്ട്, ജോലി ലൈവ്ലിഹുഡ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻകം സെക്യൂർ ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു 2015 ലോഞ്ച് ചെയ്ത PMKVY എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ വിച്ച് ഇയർ വാസ് NREGA ഇനാക്റ്റഡ്? ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. എപ്പോഴാണ് ഈ NREGA ലോഞ്ച് ചെയ്തതെന്ന്? 2005, 2006, 2004, 2003 അടുപ്പിച്ചുള്ള 4 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പദ്ധതിയായിട്ട് കറണ്ട് അഫയർ ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഉത്തരം വരുന്നത് എ ആണ്. 2005 The National Rural Employment Guarantee Act അഥവാ NREGA, later renamed as MGNREGA, was passed by the Indian Parliament in September 2005. അപ്പോൾ ഇത് 2005 സെപ്റ്റംബറിലാണ് ഈ ആക്ട് ആദ്യം പാസ് ചെയ്യുന്നത്. ഇറ്റ് ഗ്യാരണ്ടീസ് 100 days of wage employment in a financial year to rural household. റൂറൽ ഏരിയകളിൽ, റൂറൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡുകൾക്ക് 100 ദിവസം തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു. സെപ്റ്റംബർ 2005 ഇത് കൊണ്ടുവന്നത്. MGNREGA or Mahatma Gandhi National Rural Employment Guarantee Act has been replaced by the Viksit Bharat Guarantee for Rozgar and Ajivika Mission Gramin in 2005. അതായത് 2025 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുതിയൊരു ആക്ട് 2026 അത് എന്ത് ചെയ്യുന്നു? വളരെയധികം ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിൽ വരാൻ പോവാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് MGNREGA എന്ന് പറഞ്ഞ ആക്ടിനെ മാറ്റിക്കൊണ്ട് VBG റാംജി എന്ന രീതിയിലേക്ക് കുറേ മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുകയാണ്. വിക്സിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന പേരിലേക്ക് ഈ പദ്ധതി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ദ മിഷൻ ഇന്ദ്രധനുഷ് വാസ് ആൻ ഡാഷ്. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഹെൽത്ത് മിഷൻ ആണോ? അതൊരു സ്പേസ് മിഷൻ ആണോ?
അതൊരു സ്പോർട്സ് മിഷനാണോ, അതൊരു ആർട്സ് മിഷനാണോ, ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ദ്രധനുഷ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രധാനമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. എന്താണ്? മിഷൻ ഇന്ദ്രധനുഷ് is a flagship health mission launched by the Ministry of Health and Family Welfare, Government of India on December 25, 2014. Its primary objective is to accelerate full immunization coverage for all children under the age of 2 years and pregnant women, target over 90% coverage. അപ്പോൾ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് ഒരു വലിയ ഹെൽത്ത് മിഷൻ ആയിരുന്നു. ഒരു ഇന്ത്യയിൽ തന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് മിഷനുകളിൽ ഒന്നായിരുന്നു മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തൊരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. ഏത് മിനിസ്ട്രിയാണ് ഇത് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ പദ്ധതി ലോഞ്ച് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഡിസംബർ 25, ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലായിരുന്നു ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? To accelerate full immunization coverage for all children under the age of 2 years. 2 വയസ്സിൽ താഴെയുള്ള, അതായത് ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെയും മദേഴ്സ്, അതായത് പ്രഗ്നൻ്റ് ആയതും അതിനുശേഷം ഇവർ ഡെലിവറി ചെയ്തതിന് ശേഷം ആ കുട്ടികൾക്ക് 2 വയസ്സ് വരെ ഉള്ളത് ഈ ഒരു ടൈം പീരീഡിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഡെലിവറി, ചെറിയ കുട്ടികളുടെ ആ ഒരു തുടക്ക കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിന് വളരെയധികം, അതായത് വളർച്ച തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസേഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതലായിട്ട് ഓർക്കുക, 2 വയസ്സ് വരെയുള്ള, ജനനത്തിന് ശേഷം 2 വയസ്സ് വരെയുള്ള ചിൽഡ്രൻസിന് മുഴുവനായിട്ടും കവറേജ് കൊടുക്കുന്നു. അവർക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകളെ ബൂസ്റ്റ് ചെയ്യുന്നു. എല്ലാത്തരം ഇമ്മ്യൂണൈസേഷനും ആ സമയത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുന്നു. കൂടാതെ പ്രഗ്നന്റ് വുമൻസിനും എന്ത് ചെയ്യുന്നു? ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കവറേജ് കൊടുക്കുന്നുണ്ട്. ടാർഗറ്റിംഗ് ഓവർ 90% കവറേജ്, 90% കവറേജ് കൊടുക്കുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഈ പറയുന്ന മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ പറയുന്നത് മിഷൻ ഇന്ദ്രധനുഷിനെ പറ്റിയിട്ടാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് കൊണ്ടുവന്നത്. 2014 ഡിസംബർ 25 നിലവിൽ വന്നു. പ്രഗ്നന്റ് വുമൻസിനും 2 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പ്രധാനമായിട്ടും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകൾക്ക് ഇത് പ്രയോറിറ്റി കൊടുക്കുന്നു. 90% വരെ കവറേജ് ഇത് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. ദ മിഷൻ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് മിഷൻ റെയിൻബോ. എന്തുകൊണ്ടാണ് ഇത് മിഷൻ റെയിൻബോ എന്നറിയപ്പെടുന്നത്? റെയിൻബോ 7 കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് 7 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ്. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് 7 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇത് മിഷൻ റെയിൻബോ എന്ന് വിളിക്കുന്നു. 7, അതായത് നമുക്ക് ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷൻ കൊടുത്തതിന് ശേഷം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന 7 അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങിയത്. അത് ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, ടെറ്റനസ്, പോളിയോ, TB അഥവാ ട്യൂബർക്ലോസിസ്, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് ബി. പ്രധാനമായിട്ടും ഡിഫ്തീരിയയ്ക്ക് ഉണ്ടായിരുന്നു, വൂപ്പിംഗ് കഫിനുണ്ടായിരുന്നു, ടെറ്റനസിനുണ്ടായിരുന്നു, പോളിയോ ഉണ്ടായിരുന്നു, TB അഥവാ ട്യൂബർക്ലോസിസ് ഉണ്ടായിരുന്നു, മീസിൽസ് ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരുന്നു. ഈ 7 അസുഖങ്ങൾക്കെതിരെയായിരുന്നു ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ടായിരുന്നു അതിനെ എന്ത് വിളിച്ചത്? മിഷൻ റെയിൻബോ എന്ന് വിളിച്ചത്. ഹൗവർ ഇൻ ഇറ്റ്സ് കറണ്ട് ഇൻറ്റൻസിഫൈഡ് ഫോം, ഇത് വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്തു? റിവാമ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആ ഇൻറ്റൻസിഫൈഡ് ഫോമിൽ എക്സ്പാൻഡഡ് ടു പ്രൊവൈഡ് വാക്സിൻസ് അഗൈൻസ്റ്റ് 12 ഡിസീസ്. 12 അസുഖങ്ങൾക്കെതിരെ ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ജാപ്പനീസ് എൻസിഫലൈറ്റിസ്, ഹോമിയോഫിലസ്, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി തുടങ്ങിയ അസുഖങ്ങളും കൂടി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ 12 അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 7 ആയിരുന്നു, പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്തു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 12 അസുഖങ്ങൾക്കെതിരെ ഇമ്മ്യൂണൈസേഷൻ ഇതിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത്? മിഷൻ ഇന്ദ്രധനുഷ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ PMJJBY സ്കീം ഓൺ ദ ഡെത്ത് ഓഫ് ഇൻഷുർഡ് ദ റിസ്ക് കവറേജ് അവൈലബിൾ ഈസ്. അതായത് പ്രധാനമന്ത്രി എന്താണ്? നമ്മൾ ആലോചിക്കുക, ഈ ഓരോ പേര് കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് എന്ത് ടൈപ്പ് ഓഫ് മിഷനാണ്? ഇൻഷുറൻസ് മിഷനുകളാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. റോസ്ഗർ എന്ന് പറഞ്ഞാൽ ജോലിയാണ്. ഏതെങ്കിലും ഒരു മിഷൻ റോസ്ഗർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ജോലിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇനി ഭീമാ യോജന എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുക, അത് പദ്ധതികളൊക്കെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇനി അതല്ല, കൗശൽ വികാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ, അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? അങ്ങനത്തെ പദ്ധതികളൊക്കെ പ്രധാനമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. റോസ്ഗർ നമ്മൾ പറഞ്ഞല്ലോ, തൊഴിൽ, സ്കിൽ ട്രെയിനിങ്, ജോലി, ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഓരോ പേരിൽ നിന്നും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും എന്ത് ചെയ്യുക? പ്രധാനമായിട്ടും ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന മിഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇതാണ്, ജീവൻ ജ്യോതി ബീമാ യോജന. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജീവൻ ജ്യോതി. ഈ ബി എന്ന് പറഞ്ഞാൽ ഭീമയാണ്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ PMJJBYയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, ഈ ഭീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ PMJJBY എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വരാം. അപ്പോൾ ഇത് ഈ ഒരു പദ്ധതിയുമായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് കവറേജിനെ പറ്റിയിട്ട്, ഇത് വന്ന വർഷത്തിനെ പറ്റിയിട്ടും ലോഞ്ച് ചെയ്ത ഡേറ്റിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് പെർ ദ PMJJBY സ്കീം ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് ദ റിസ്ക് കവറേജ് അവൈലബിൾ ഈസ്. അപ്പോൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് കവറേജ് എത്രയാണ് എന്നാണ് ചോദ്യം. 2 ലക്ഷമാണോ, 5 ലക്ഷമാണോ, 2.5 ലക്ഷമാണോ, 4.5 ലക്ഷമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന PMJJBY ഇസ് എ 1 year റിന്യൂവബിൾ. ഓരോ കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്യുക. 1 year ആണ്, 1 year റിന്യൂവബിൾ ആണ്. ഒരു വർഷത്തേക്ക് മാത്രമല്ല, 1 year റിന്യൂവബിൾ, ഒരു വർഷങ്ങൾ റിന്യൂ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് ബാക്ക്ഡ് ടേം ഇൻഷുറൻസ്. ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, ഫിക്സഡ് ടൈം പീരീഡ് ഉള്ളതിനെയാണ് നമ്മൾ ടേം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓഫറിംഗ് 2 lakh കവറേജ് ഫോർ ദ ഡെത്ത് ഡ്യൂ ടു എനി കോസ്. ഏതെങ്കിലും കാരണത്താൽ മരണപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കവറേജ് ആണ് എന്ത്? 2 ലക്ഷം രൂപ. അവൈലബിൾ ടു ദ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഏജ് 18 to 50, 18 മുതൽ 50 വയസ്സ് വരെ. അവൈലബിൾ ടു ദ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ബാങ്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ഉണ്ടായാൽ മതി. 18 മുതൽ 50 വയസ്സ് വരെയാണ്. 18 മുതൽ 50 വയസ്സ് വരെ. The plan requires a 436 annual premium auto debited from the account with coverage spanning June 1 to May 31st. അപ്പോൾ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെയുള്ള കവറേജ് കൊടുക്കുന്നു. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഇത് ഓരോ പ്ലാനിനും 436 മാത്രമാണ് ആനുവൽ പേയ്മെൻറ്റ്. 436 രൂപ ഓട്ടോ ഡെബിറ്റഡ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കവറേജ് സ്പാനിങ് June 1 to May 31st. ജൂൺ 1 മുതൽ മെയ് 31st വരെയാണ് ഇത് അതിൻ്റെ കവറേജ് ആയിട്ട് ഒരു ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുമായിട്ട് PMJJBY എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ബീമ യോജനയാണ്. ബീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഡയറക്റ്റ് ചോദ്യം വന്നാൽ എന്ത് ചെയ്യുക? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട്, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതിൻ്റെ കവറേജ് ആണ്. കവറേജ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2 ലക്ഷം രൂപയാണ്. 436 ആനുവൽ പേയ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. 18 മുതൽ 50 വയസ്സ് വരെയാണ്. ഇതൊരു ടേം ഇൻഷുറൻസ് കൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അണ്ടർ ദ പെൻഷൻ അടൽ പെൻഷൻ യോജന ദ ഗ്യാരണ്ടീഡ് പെൻഷൻ റിസീവബിൾ അറ്റ് ദ ഏജ് ഓഫ്. അപ്പോൾ ഈ അടൽ പെൻഷൻ യോജനയിൽ ചേരുന്ന ആളുകൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ റിസീവബിൾ എപ്പോൾ മുതലാണ്, ഏത് ഏജിലാണ് നമുക്കിത് കിട്ടുക? 55 ആണോ, 65 ആണോ, 60 ആണോ, 50 ആണോ? അടൽ പെൻഷൻ യോജന, അത് പേരിൽ തന്നെ ഉണ്ട്, പെൻഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി. എപ്പോൾ മുതലാണ് നമുക്കിത് കിട്ടി തുടങ്ങുക എന്നാണ് ബേസിക്കലി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ സി ആണ്. ദ അടൽ പെൻഷൻ യോജന ഇസ് എ ഗവൺമെൻറ് ബാക്ക്ഡ് പെൻഷൻ സ്കീം ഇൻ ഇന്ത്യ പ്രൈമറിലി ടാർഗറ്റഡ് അറ്റ് ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡും ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. സംഘടിതമല്ലാത്ത അസംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് പ്രൊവൈഡ്സ് എ ഗ്യാരണ്ടീഡ് മിനിമം പെൻഷൻ റേഞ്ചിങ് ഫ്രം 1000 to 5000 പെർ മന്ത്. 1000 മുതൽ 5000 വരെ പെർ മന്ത് കൊടുക്കുന്നുണ്ട്. വിച്ച് ബിക്കംസ് റിസീവബിൾ വൺസ് എ സബ്സ്ക്രൈബർ റീച്ചസ് 60 years ഓഫ് ഏജ്. 60 വയസ്സ് മുതൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. 60 ആയിരുന്നു ഓപ്ഷൻ സിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 60 വയസ്സാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ മിനിമം ഈ പെൻഷൻ റിസീവ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്ന ഏജ് എന്ന് പറയുന്നത്. 1000 മുതൽ 5000 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. അടൽ പെൻഷൻ യോജന. അപ്പോൾ പ്രധാനമായിട്ടും ഇത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 തരം കാര്യങ്ങളായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് എന്താണ്? നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റ ബേസ്ഡ് കാര്യങ്ങൾ പറഞ്ഞു. 2011 ആയതുകൊണ്ട് നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? 2011 ഡാറ്റ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഉടനെ തന്നെ അടുത്ത വരും വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു സെൻസസ് ഡാറ്റ റിവീൽ ചെയ്യും. അപ്പോൾ അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഉപകരിക്കും. ഇപ്പോഴത്തെ ഡാറ്റ നിലവിൽ 11 പഴയ ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ പിന്നീട് പഠിച്ച സ്കീമുകളെ പറ്റിയിട്ടാണ്. സ്കീമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏത് രംഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. എത്ര ടഫർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പദ്ധതിയുടെ പേര്, അത് വന്ന വർഷം, അത് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കവറേജ് എന്നുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 2020 ഡാറ്റാസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് എത്താറായിട്ടുണ്ട്. ഒരു 2-3 സെഷൻസോടെ കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് 2020 കവർ ചെയ്യാൻ പറ്റും. 2021 കമ്പാരിറ്റീവ്ലി ഓരോ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ PYQ സെഷൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ആ ഒരു റിപ്പീറ്റഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും പെട്ടെന്ന് ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു ഏരിയ കൂടി കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത സെഷൻ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു.